ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവരും എവിടെയാണ്? എല്ലാവരും എന്നെ മറന്നോ? കുറേ ആയല്ലേ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, നമ്മളെ പഴയ അടുപ്പും പഴമയുടെ ഓരോ വീഡിയോസൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക. നിങ്ങൾ കണ്ടാലുള്ളൂ ഇനിയിപ്പോൾ മുന്നോട്ട് പോവുക. കാരണം കുറേ ആയില്ലേ വീഡിയോ ഇട്ടിട്ട്. വീഡിയോ ഇങ്ങനെ നമ്മൾ ഇടാതെ ഇരുന്നാൽ യൂട്യൂബ് നമ്മളെ വീഡിയോ ഒക്കെ ബാക്ക് ആക്കും, അതറിയാം. പക്ഷേ എല്ലാം സാഹചര്യം പോലെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണുന്നവർ ഒന്നൊരു ലൈക്കുമെന്ന് തൊട്ടാൽ മതി, കുറച്ചൊക്കെ നമുക്ക് ഒന്ന് മുന്നോട്ട് പോയിക്കോളും. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനത്തെ അടുപ്പും ഇങ്ങനത്തെ കുക്കിങ്ങൊക്കെ ഇഷ്ടമുള്ളവർ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഓലൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഉണ്ടാക്കുന്നത് നമ്മളെ കലക്കിപ്പാർന്ന അപ്പമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തലേദിവസം അരി വെള്ളത്തിലിട്ട് അരച്ചുണ്ടാക്കിയ അപ്പമാണ്. അപ്പോൾ അതും അതിക്ക് നമ്മളിന്ന് കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് പിന്നെ എന്തൊക്കെ എല്ലാവരെയും വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ ഒരു വിവരം ഒന്നും ഇല്ല, വീഡിയോ ഇടാത്തത് കൊണ്ട് ആരുടെ ഒന്നും അറിയുന്നില്ല. നമുക്ക് പഴയ പോലെ തന്നെ വീഡിയോ ഇടാൻ ഞാൻ നോക്കാം കേട്ടോ. നിങ്ങൾ വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. നമുക്ക് സാധാരണ നമ്മൾ ഉണ്ടാക്കണ അങ്ങനത്തെ ഒരു വീഡിയോസൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ, അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവുന്നില്ല. പക്ഷെ ഇതും കാണാൻ ഇഷ്ടമുള്ളവരും ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മളെ അപ്പം ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ചുടൽ കഴിഞ്ഞ് ഞാൻ ആദ്യം തന്നെ ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. തീ നല്ലോണം കത്തിപ്പോവാണ്. അപ്പോൾ നമ്മൾ കടലക്കറിക്ക് ആദ്യം തന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളെ തക്കാളിയും വെല്ലുള്ളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അരച്ച് കൊണ്ടാണ് നമ്മൾ കടലക്കറി ഉണ്ടാക്കുന്നത്. എന്താ വെച്ചാൽ നമ്മൾ തേങ്ങ അരച്ച കറിൻ്റെ അതേ കട്ടി ഉണ്ടാവും നമ്മളെ കറിക്ക്. അപ്പോൾ ആ മിക്സിൻ്റെ ജാറിൽ ആ തക്കാളിയും പിന്നെ വെല്ലുള്ളിയും അതേപോലെ അതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി, അതിലേക്ക് ഒരു ചെറിയ 2 കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഒക്കെ പാടിട്ടിട്ട് നല്ലോണം ഇട്ട് അരച്ചെടുത്തേക്കാണ്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കടലക്കറി നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും, നല്ലൊരു കട്ടി ഉണ്ടാവും. കടല പിന്നെ ഞാൻ ആദ്യം തന്നെ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടാകുമ്പോൾ നമ്മൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് 2 കേക്കും കൂടി മുറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ എണ്ണയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കടുക് പൊട്ടി വന്നിട്ട് പിന്നെ ഞാനെന്താ നമ്മളെ ആ മസാല കൂട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം കുറച്ച് സമയം ഇളക്കിയിട്ട് അതിന് കുറച്ച് എണ്ണ അങ്ങനെ തെളിഞ്ഞ് വരുമ്പോൾ തെളിഞ്ഞ് വരണം കേട്ടോ. അപ്പോഴാണ് നമ്മളെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് രുചിയൊക്കെ കിട്ടുള്ളൂ. പിന്നെ ഇത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ കറി കുറച്ചും കൂടി കറി വേണമല്ലോ, അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം തിളക്കട്ടെ കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള കേങ്ങും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളച്ച കേങ്ങ് ഇങ്ങോട്ട് വെന്ത് വരണം. ഇപ്പോൾ നമ്മളെ കറി നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം തിളച്ച് കേങ്ങൊക്കെ ഏകദേശം വേവായിക്കണം. ഇനി ഇതാ കടല എന്ന് പറഞ്ഞല്ലോ, കുക്കറിൽ വേവിച്ചതാണ്. കാരണം നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോൾ കുറേ സമയം വെക്കണമല്ലോ, അപ്പോൾ കുക്കറിലാണ് വേവിച്ചാൽ വേഗം ഉണ്ടല്ലോ. അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി ഇളക്കിയിട്ട് അടച്ച് വെക്കുക. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കാം അല്ലേ. എന്താ വെച്ചാൽ നമ്മളെ ഉള്ളിയും തക്കാളിയിൽ നിന്ന് വഴറ്റി കുറേ സമയമൊന്നും എടുക്കണ്ട, ഒക്കെ ഒന്നിച്ചുകൊണ്ട് അരക്കുകയാണല്ലോ, അപ്പോൾ വേഗം ആവും ചെയ്യും. അപ്പോൾ നമ്മൾ രാവിലത്തെ പരിപാടി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്.
നമുക്ക് ലേശം കുറച്ച് മല്ലിച്ചപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളെ ഇന്നത്തെ